ബ്രോ ഒരു സാൻഡ്വിച്ച്. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റോ ക്ലബ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആഹാരത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ്, സാൻഡ്വിച്ച്. ഈ പേര് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു ചൂതാട്ടക്കാരനും 2 കഷ്ണം ബ്രെഡും കുറച്ച് മാംസവും അടങ്ങിയ ഒരു രസകരമായ കഥയാണിത്. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലെ കെന്റ് എന്ന് പേരുള്ള ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ്. സാൻഡ്വിച്ച് എന്ന് പേരുള്ള ഒരു പട്ടണം. അതെ, സാൻഡ്വിച്ച് എന്ന ആഹാരത്തിന് മുമ്പ് തന്നെ ആ പേരിൽ ഒരു പട്ടണം ഉണ്ടായിരുന്നു. ഈ പട്ടണത്തിന്റെ പേര് ആംഗ്ലോ സാക്കൺ ഭാഷയിൽ നിന്നാണ് വന്നത്. പഴയ ഇംഗ്ലീഷിൽ ഇതിനെ സോഡ്വിക് എന്ന് പറയും. സോഡ് എന്നാൽ മണലെന്നും വിക്ക് എന്നാൽ വ്യാപാരം നടത്തുന്ന കുടിയേറ്റ സ്ഥലമെന്നുമാണ് അർത്ഥം. അതായത് മണലിൽ നിർമ്മിതമായ ഒരു മാർക്കറ്റ് ടൗൺ എന്ന് നമുക്ക് പറയാം. ആ പട്ടണത്തിൽ ജോൺ മൊഡാഗു എന്ന് പറയുന്ന ഒരു പ്രഭു ഉണ്ടായിരുന്നു. 4ാമത്തെ സാൻഡ്വിച്ച്, 4th ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു ദുശീലം ഉണ്ടായിരുന്നു, ചൂതാട്ടം. ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹം ചൂതാട്ട മേശയിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ പ്രഭു പുതിയൊരാശയം ഉന്നയിച്ചു. തന്റെ പാചകക്കാരനോട് പറഞ്ഞു, തനിക്ക് കഴിക്കേണ്ട മാംസം 2 ബ്രെഡിനിടയിൽ പൊതിഞ്ഞുകൊണ്ട് വരാൻ. കാരണം ഒരു കൈയിൽ ഭക്ഷണവും മറ്റേ കൈയിൽ കാർഡും പിടിച്ചുകൊണ്ട് തനിക്ക് കളി നിർത്താതെ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയും. നമ്മുടെ സാൻഡ്വിച്ച് പ്രഭുവിന്റെ ഫ്രണ്ട്സിനെല്ലാം ഈ ആശയം വളരെ മികച്ചതായി തോന്നി. അങ്ങനെ സാൻഡ്വിച്ച് പോലെ ഒന്ന് എന്നെല്ലാവരും ഓർഡർ ചെയ്യാൻ തുടങ്ങി. ആ കാലത്ത് അവരുടെ കുടുംബ പേരിനേക്കാൾ കൂടുതൽ അവരുടെ പ്രദേശത്തിന്റെ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു സാൻഡ്വിച്ച് ഒരു ട്രെൻഡായി മാറി. താങ്ക് യു. വളരെ പെട്ടെന്ന് തന്നെ ലണ്ടനിലെ മുഴുവൻ ഫാഷനബിൾ ചൂതാട്ട ക്ലബ്ബുകളിലും ഒരു സാൻഡ്വിച്ച് ഒരു ട്രെൻഡായി മാറി. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീണ്ട കാലത്തേക്ക് രാത്രികാല കുടിയിലും ചൂതാട്ടത്തിലും കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു സാൻഡ്വിച്ച്. ഇതിനൊരല്പം മോശം പ്രശസ്തിയും ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ചൂതാട്ടക്കാരന്റെ ലളിതമായ ആവശ്യം ലോകമെമ്പാടുമുള്ള ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ നമുക്ക് എഗ് സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ഗ്രിൽഡ് സാൻഡ്വിച്ച്, അങ്ങനെ ഒട്ടനവധി സാൻഡ്വിച്ചുകൾ ലഭ്യമാണ്. അമേരിക്കയിൽ PB&J, പീനട്ട് ബട്ടറും ജെല്ലിയും, ഇറ്റലിയിൽ പനനി, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. ഇന്ന് ലോകത്തെ ഓരോ സംസ്കാരവും അവരുടേതായ ഡിഫറൻറ്റ് സാൻഡ്വിച്ചുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ എല്ലാം ഉറവിടം ചൂതാട്ടത്തെ വെടിയാൻ മനസ്സില്ലാത്ത ഒരു ഇംഗ്ലീഷ് പ്രഭുവിൽ നിന്നാണ്. ഇന്ന് അമേരിക്കയിൽ മാത്രം 300-ലധികം സാൻഡ്വിച്ചുകളാണ് വിറ്റഴിക്കപ്പെടുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോ അങ്ങനെയാണ് സാൻഡ്വിച്ചിന്റെ ചരിത്രം. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും എത്രമാത്രം കഥകൾ ഒളിഞ്ഞിരിക്കുന്നു, അല്ലേ? ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള മറ്റു വിഷയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.